ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വേൾഡിലേക്ക് സ്വാഗതം കേട്ടോ. കണ്ടോ, നമ്മളിന്ന് ചെയ്യാൻ പോണത് ഹെയർ ബ്രോച്ചാണ് കേട്ടോ. ഞാൻ ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഫോം ഫ്ലവർ എടുക്കുമ്പോൾ അതുപോലെ നമ്മുടെ അടിയിൽ കമ്പി വരുന്ന ഫോം ഫ്ലവർ എടുക്കണം. പിന്നെ പോളൻസ് എടുത്തിട്ടുണ്ട്, ഒരു പഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗിയർ വയറും അതുപോലെ തന്നെ സിസേഴ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആ പോളനൊന്ന് ഫോം ഫ്ലവർ ഒന്ന് വേറെടുത്തെടുക്കുക. അങ്ങനെ ബഞ്ചായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടാണ് വരിക. അപ്പോൾ അതൊന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഈ ഹെയർ ബ്രോച്ച് ബ്രൈഡൽസിനും ഒക്കെ യൂസ് ചെയ്യുന്ന കേട്ടോ. അതുപോലെ തന്നെ ബ്രൈഡൽസിന് മാത്രമല്ല, കുട്ടികൾക്കും വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കുക, അപ്പോഴാണ് മിസ്സാവാതിരിക്കുള്ളൂ കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്. അത്യാവശ്യം നമുക്ക് റേറ്റ് മേടിക്കാനും പറ്റുന്ന ഇതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ആ ചെയ്യണതിൽ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടണത് അതാ നമ്മൾ ആ പിരിക്കുന്നതിലാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് പിരിച്ചിട്ടില്ല വെച്ചെങ്കിൽ അത് അഴിഞ്ഞു പോരും. പിന്നെ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അതിൽ ഭംഗി വരുന്നതും അതിന് ഉറപ്പ് വരുന്നതും നമ്മൾ ആ പിരിച്ചു കൊടുക്കണതിലാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യുന്ന വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക. നമ്മൾക്ക് ഈ വീഡിയോന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എല്ലാം കൂടി ചേർത്ത് 10 ക്വസ്റ്റ്യൻ വരും. അതിന്ന് ആൻസർ ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോണത്. ഫ്രീ ആയിട്ട് ഹെയർ ആക്സസറി മെറ്റീരിയൽസ് കൊടുക്കാൻ പോണത്. കുറച്ചൊന്നല്ല, അത്യാവശ്യം ഒരുവിധം എല്ലാ മെറ്റീരിയൽസും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ മുൻപ് ചെയ്ത ക്ലാസ്സിൻ്റെ വീഡിയോസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് കയറി ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ഗിവ് അവേ ആണ്. അതിലത്തെ 4ാമത്തെ ക്ലാസ്സാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും കാണുക, ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫ്രീ ടൈമിലൊക്കെ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ, നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോഴുള്ള സന്തോഷം, നന്നായിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ പൈസയാണെങ്കിൽ നമ്മളുടേതായ പൈസ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇനി പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ചെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ, അവർക്ക് ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ വെച്ച് കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ആൾക്കാർ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ. അതൊക്കെയാണ് ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുമ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ഇരിക്കുന്ന ടൈം സെല്ല് ചെയ്യാനോ ബിസിനസ്സായിട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സ്വന്തം മക്കൾക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വെക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വർക്കാണ്. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതിനേക്കാളും നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാനും പറ്റും കേട്ടോ. നമ്മളിത് ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യുക. ഈ വെഡ്ഡിങ്സൊക്കെ വരുന്ന സമയത്ത് അവിടെ എല്ലാവർക്കും ഒരുപോലത്തെ ഉണ്ടാക്കി തരാം, ഡ്രസ്സിന് മാച്ചായിട്ട് എന്ന് പറഞ്ഞിട്ട് ഓർഡർ എടുക്കുക. ഇങ്ങനെ വെഡ്ഡിങ് ഫംഗ്ഷൻ അങ്ങനെ സംഭവത്തിനൊക്കെയാണ്, വെഡ്ഡിങ് എൻഗേജ്മെൻറ്റ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അടുത്ത ബന്ധുക്കൾക്കൊക്കെ ഡ്രസ്സിന് മാച്ചായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ബ്രൈഡിന് കുറച്ചും കൂടിയും ഹെവി ആയിട്ട് കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാം, വെറൈറ്റി ആയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിൽ പല കളേഴ്സ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യാം ഫ്ലവേഴ്സ്. ഞാനിപ്പോൾ അത്ര ലെങ്ത്തായിട്ട് ചെയ്യുന്നില്ല, കാരണം ചെറുത് മതി എനിക്ക്. അതുകൊണ്ട് ഞാൻ 5 ഫ്ലവർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സിൻ്റെയും പോളൻ്റെയും എണ്ണം കൂട്ടുക. ഞാൻ ഒരു ബഞ്ച് പോളനും ഒരു ബഞ്ചിൽ 12 എണ്ണം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ബഞ്ച് പോളനും അതുപോലെ തന്നെ 5 ഫോം ഫ്ലവറുമാണ്. എനിക്കത് മതിയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കാണുക. കണ്ടാലാണ് ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. പിന്നെ എല്ലാ വീഡിയോസും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ ഗിവ് അവേയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. 10 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് 10നും കറക്റ്റ് ആൻസർ ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് 5 പേർക്കാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് 2 അല്ല, 5 പേർക്ക് കൊടുക്കും. ആ 5 പേരിലും കൂടുതൽ പേര് അയക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നറുക്കെടുത്തിട്ടാണ് തിരഞ്ഞെടുക്കുക. കറക്റ്റ് 5 പേരാണ് കറക്റ്റ് ആൻസർ ചെയ്യുന്നത് വെച്ചെങ്കിൽ നമ്മൾ 5 പേർക്കാണ് കൊടുക്കുക കേട്ടോ.
അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക. ഇങ്ങനത്തെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇതൊക്കെ ചെയ്യാനും ഈ ജ്വല്ലറി മേക്കിങ്ങും അതുപോലെ തന്നെ ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ചെയ്ത് നോക്കണമെന്നുണ്ടാവും, മെറ്റീരിയൽസ് എവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് അറിയാതെയും അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ചെയ്ത് നോക്കാത്തവരുണ്ടാവും. അവർക്കിത് കണ്ടിട്ട് കറക്റ്റ് ആൻസർ ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയൽസ് ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് കിട്ടും. അപ്പോൾ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസിൽ. ഓൾറെഡി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും പറ്റും. പുതിയ ഓർഡേഴ്സൊക്കെ എടുക്കാൻ പറ്റാത്ത മെറ്റീരിയൽസൊക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 10 ക്ലാസ്സാണ് ഇടുന്നത്. ഇത് 4ാമത്തെ ക്ലാസ്സാണ്. ഇനി ഒരു 6 ക്ലാസ്സും കൂടി ഉണ്ടാവും. അതുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡെയിലി ഇടണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കുന്നില്ല. ഒന്നാമത് ചിലപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ എന്താ ഇടണ്ടെന്നുള്ള കൺഫ്യൂഷനുണ്ട്. അപ്പം നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. നിങ്ങൾ ഇന്നത് ഇടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മാക്സിമം അത് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഏതാ ഇടുക എന്നുള്ള കൺഫ്യൂഷനിലും കൂടിയിട്ടാണ് വീഡിയോ എടുക്കാൻ ഡിലേ വരുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സഹകരിക്കുക. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വേറെ പല ടൈപ്പ് ഹെയർ ബ്രൂച്ചുകളും ഹെയർ വൈൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ നമ്മളിത് ഈ 10 വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്ക് ഓൾറെഡി ക്ലിയർ ആവും കേട്ടോ. ഒരുവിധം എല്ലാ ടൈപ്പും ഞാൻ നോക്കുന്നുണ്ട്, ചെയ്ത് കാണിച്ചു തരാം. കുറച്ചൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചാനലിലെ ഫുൾ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ഒരുവിധം കുറേ ഹെയർ ബ്രൂച്ചും ഹെയർ വൈനും കോമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പ്ലാസ്റ്റിക് കോമ്പാണ് ഇടാത്തത് തോന്നുന്നു. അപ്പോൾ അത് ഞാനൊരു ദിവസം നമ്മുടെ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. മറ്റേ ഗോൾഡൻ കോമ്പ്, മെറ്റൽ കോമ്പ് 2 എണ്ണം ചെയ്തിട്ടുണ്ട്. 2 3 ചെയ്തിട്ടുണ്ട് തോന്നുന്നു. 2 ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ചാനലിൻ്റെ പേജിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് കുറേ വീഡിയോസ് ഉണ്ട്. പിന്നെ നമ്മളിതാ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവസാനം നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം നമ്മൾ ഒരു ചരടിടാനുള്ള ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ലെൻഡിലും നമുക്കൊരു ഹുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് അങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗം തിരിച്ച് കെട്ടിക്കൊടുത്തതിൻ്റെ ശേഷം ബാലൻസ് പീസ് കട്ട് ചെയ്തിട്ട് കളയണം കേട്ടോ. ബാലൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ വെക്കാനുള്ളതിനുള്ളൂ വെച്ചെങ്കിൽ കുഴപ്പമില്ല. നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇത് നമ്മൾ ഈ ഫോം ഫ്ലവർ യൂസ് ചെയ്യാതെ നമ്മൾ നെറ്റൊക്കെ യൂസ് ചെയ്ത് ഫ്ലവർ മേക്ക് ചെയ്തിട്ടും ചെയ്യാം. എങ്ങനെ ചെയ്താലും ഭംഗിയാണ്. ഞാൻ അങ്ങനത്തെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട മോഡലായിരുന്നു. കുറേ മുമ്പ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അതിൻ്റെ. ചില ആൾക്കാർ ഗ്രീൻ ടാപ്പ് ചുറ്റിയിട്ട് ചെയ്യാം. പക്ഷേ ഗ്രീൻ ടാപ്പ് ചുറ്റേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളത് പിരിച്ച് വരുമ്പോൾ നമ്മൾ മറ്റേതിൻ്റെ ഇത് കാണില്ല. അത് ഗ്രീൻ ടാപ്പ് ചുറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ അത് ലാസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ വെക്കുക. നമ്മൾ വട്ടക്കെട്ട് ഇട്ടിട്ടൊക്കെ വെക്കാം. അതല്ലെങ്കിൽ പ്ലെയിനായിട്ട് ഇട്ടിട്ട് നമ്മൾ എടുത്തതിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുട്ടികൾക്ക് ഇത് നമുക്ക് ഹെയർ ബോയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഓൾറെഡി ഹെയർ ബോ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് വയർ ഹെയർ ബോലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.